ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. മെസ്സേജ് അയച്ചവർക്കും 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് നേഴ്സായിട്ട് യു എയിൽ വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരോ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിലോ എന്ത് കാര്യം നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് അറിയുന്ന ഒരു അറിവ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ മകനോ ആരോ BSc കഴിഞ്ഞിട്ട് കർണാടകയിൽ 3 മാസമോ 4 മാസമായിട്ട് വർക്ക് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UAE വരാനായിട്ട് താല്പര്യമുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് വൈസ് ഒരു വീഡിയോസുകൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും പോലും അവർക്ക് മീൻസ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ 4 മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു കർണാടകയിൽ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂസ് നമുക്കൊരു 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണം പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നടക്കില്ല. അപ്പോൾ ഒരു 2 ഇയർ എക്സ്പീരിയൻസ് ആദ്യം ഉണ്ടാക്കുക. അതിനുശേഷം DHA ഒരു DOH ഒരു MOH ഏത് എമിറേറ്റ്സിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു എമിറേറ്റ്സിലേക്കുള്ള എന്ത് ചെയ്യുക, പ്രോമെട്രിക് എക്സാം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമുക്ക് നാട്ടിൽ നിന്ന് എഴുതാൻ പറ്റും. ഇപ്പം എനിക്കൊന്ന് ബാംഗ്ലൂരിലൊക്കെ സൈറ്റ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ അത് എന്ത് ചെയ്യുക, എക്സാം എഴുതണം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അത് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ, അതിപ്പോൾ നിങ്ങൾ കർണാടകയിലാണോ അല്ല കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന് 6 മന്ത് വാലിഡിറ്റി ഉള്ളൂ. അതെടുക്കണം. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം എന്ത് ചെയ്യണം, അറ്റസ്റ്റേഷൻ ചെയ്യണം. അത് നമ്മുടെ ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടി കൊടുക്കണം. പിന്നെ BLSും വേണം. നമുക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് സർട്ടിഫിക്കറ്റും വേണം. അപ്പോൾ ഗുഡ് സ്റ്റാൻഡിങ് വേണം, BLS എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വേണം, നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നെ നമ്മുടെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡിപ്ലോമ അല്ലെങ്കിൽ BSc ഏതാണെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ ഡാറ്റ ഫ്ലോയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിത്തിൻ 45 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഡാറ്റ ഫ്ലോ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതുക. അതായത് ഏത് എമിറേറ്റ്സിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ എക്സാം എഴുതുക. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് കിട്ടുന്നത്. അപ്പോൾ ഡാറ്റ ഫ്ലോ മസ്റ്റായിട്ട് വേണം. അപ്പോൾ അതിന് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. പിന്നെ നമ്മുടെ എലിജിബിലിറ്റി എടുക്കണം. ഇത്ര എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് തുടങ്ങുക. അത് ഞാൻ കുറേ സൈറ്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മോർ എന്തെങ്കിലും ഇതറിയണമെങ്കിൽ പറയണം. പ്രീവിയസ് വീഡിയോസുകളൊക്കെ ഒന്ന് പോയി കാണണം. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യും, പ്രൈവറ്റിൽ എങ്ങനെയാണ് ജോലി അന്വേഷിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് വൈസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് പോയി കാണണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, UAE ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല UAE ഔട്ട്സൈഡ് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ചാൻസ് ഇച്ചിരി കൂടി കുറവാണ്. അപ്പോൾ UAE ആയിട്ടാണെങ്കിലാണ് കുറച്ചും കൂടി എന്ത് ചെയ്യുക, വിളിച്ച UAE നമ്പർ കാര്യങ്ങൾ വിളിച്ചാൽ കിട്ടുന്നത്. കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഫ്രഷേഴ്സിന് സാലറി എന്ത് ചെയ്യും, ലെസ് സാലറി ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 4K ആയിരിക്കും. അതായത് 4000 ദിർഹംസ് ആയിരിക്കും UAE. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ 4 മന്ത് ആയിട്ടേ ഉള്ളൂ. ഫ്രഷർ ആണെങ്കിൽ ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യുക, 2 ഇയർ എക്സ്പീരിയൻസ് എടുക്കുക. എന്നിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ആ സബ്സ്ക്രൈബറുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.